കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രോസൺ കപ്പയാണ്. ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഫ്രോസൺ കപ്പ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ എടുക്കും ഒന്ന് ഇതായിട്ട് വരാം. ഇത്തിരി ഇത് ഐസ് പോലെ ഇരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ ചതച്ചതുണ്ട്. തക്കാളി ഒരെണ്ണം. പിന്നെ ആവശ്യത്തിന് പൊടിവകകൾ, അതായത് മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തത്, ഇത്തിരി ഉലുവപ്പൊടി. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് വഴറ്റണം. വഴറ്റി ഈ പൊടിവകകളും കൂടെ വഴറ്റിയതിന് ശേഷം ഇത്തിരി തേങ്ങാപ്പാലോട് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുത്ത് പച്ചമണം മാറിയപ്പോൾ അതിനകത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊടിവകകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ടാണ് ഇട്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കുടംപുളി എടുത്തിട്ടില്ല, കുടംപുളി ഇല്ല, അതുകൊണ്ടാണ് മറ്റേ പുളി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മതി, തക്കാളിയും കൂടെ ഉള്ളതുകൊണ്ട് പുളി കൂടും, കുറച്ച് മതി. നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, കഷ്ണങ്ങൾ ഉടഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 3/4 സ്പൂൺ തേങ്ങാപ്പാൽ പൊടിയാണ്, കോക്കനട്ട് പൗഡറാണ്, അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക്, എന്നിട്ട് വാങ്ങി വയ്ക്കാം. മീൻകറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചീനി ഞാൻ വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു, ഫ്രോസൺ ചീനി. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അത് വെള്ളം ഊറ്റിക്കളഞ്ഞ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും 2 പച്ചമുളകും ഒരു ഇച്ചിരി ജീരകവും കൂടെ ചതച്ചിടാം. എന്നിട്ട് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. നമ്മൾ കടുക് വറുത്തൊഴിച്ചിട്ടുണ്ട്. ചീനി റെഡി ആയിട്ടുണ്ട്, മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോകും.